എല്ലാം ഉണങ്ങി തുടങ്ങി, അതുകൊണ്ട് മഞ്ഞൾ വിളവെടുക്കാൻ തുടങ്ങുവാണ്. നമ്മൾ ഈ ഭാഗത്തെല്ലാം മഞ്ഞളാണ് വെച്ചിരിക്കുന്നത്, നല്ല നാടൻ മഞ്ഞളാണ്. അപ്പം അത് നമുക്കൊന്ന് കിളച്ച് നോക്കാം അങ്ങനെയുണ്ട്. നോക്കട്ടെ എവിടെയുണ്ട്. ഓരോരോ ചൂടായിട്ട് നോക്കിയിട്ടാണ്. ഇപ്പം നമ്മൾ മഞ്ഞളിൻ്റെ ഇടയിലെല്ലാം സഹചരം ഉണ്ടായിരുന്നു കുറേ, അപ്പം അതെല്ലാം ഒന്ന് പറിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ മഞ്ഞൾ എടുക്കുന്നത്. ഇത് കണ്ട മഞ്ഞൾ, ഇതൊന്ന് കൊട്ടിയെടുത്തേ നോക്കട്ടെ നമുക്ക് മഞ്ഞളുണ്ടോ. ആണ് നമ്മൾ മഞ്ഞളിൻ്റെ ഒരു ചൂട് പറിച്ചെടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മളങ്ങനെ വളവിട്ട് വളർത്തിയതൊന്നുമല്ല, നാടൻ രീതിക്കൊക്കെ നല്ല മഞ്ഞളാണ്. എല്ലാം ഒരു മണവും. ഇതുണ്ട് അതിൻ്റെ കുർക്കുമിനൊക്കെ നല്ല റൗണ്ടിൽ സ്വർണം പോലെ, മണ്ണിനടി സ്വർണ്ണക്കട്ട എന്ന് പറയുന്ന ഇതാണ്. സ്വർണം പോലെ തിളങ്ങുന്നുണ്ടാവും വെയിൽ വെളിച്ചത്തിൽ നമ്മുടെ നാടൻ മഞ്ഞൾ. അടുത്ത മാസത്തോടു കൂടി തന്നെ ഇത് വെച്ച് തുടങ്ങും, നമ്മുടെ കുംഭമാസം ആകുമ്പോഴത്തേക്കും. ഞാൻ പറഞ്ഞ അതിൻ്റെ ഇടയിൽ സഹചരം ഉണ്ടായിരുന്നു. നമ്മുടെ പച്ചമരുന്നിൽ പെട്ടതാണ് സഹചരം, നമ്മുടെ ആയുർവേദത്തിൽ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ പറിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് മഞ്ഞൾ വിളവെടുക്കാൻ. ഇതൊന്ന് തട്ടിയെടുത്ത് വെച്ച് നോക്കട്ടെ. മണ്ണിനടി സ്വർണ്ണക്കട്ട, പണ്ട് കടങ്കഥ പറയുമ്പോൾ പറയുമായിരുന്നു, മണ്ണിനടിയിൽ പൊന്നും കട്ട. ഇത് പച്ചയ്ക്കും കൊടുക്കുന്നുണ്ട്, പുഴുങ്ങി ഉണക്കി പൊടിച്ചും നമ്മൾ കൊടുക്കാറുണ്ട്. കിസാനെട്ട് വഴിയാണ് അധികം നമ്മൾ കൊടുക്കുന്നത്. നല്ല സ്മെല്ലും നല്ല ഇതുമാണ് കേട്ടോ. നമ്മൾ മഞ്ഞളെല്ലാം വിളവെടുത്തോണ്ടിരിക്കുന്നു. നല്ല മഞ്ഞ നിറമുണ്ട്. ഇത് കഴുകി വാരിയിട്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ മഞ്ഞൾ വിശേഷം.